ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നതായിരുന്നു. നമ്മളിപ്പോ ദൃശ്യം 3 സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാണേ. ബത്തേരി മിന്റ് മാളിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം പോകുന്നതിന് മുമ്പ് ഒരു വിശേഷം പറഞ്ഞോട്ടെ. ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മിന്ത്രയിൽ നിന്ന് മേടിച്ചതാണ്. സംതിങ് 1500 അങ്ങനെയാണ് ഒരു റേഞ്ചിലുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഇട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. പറയാൻ വന്ന അതല്ല, നമ്മൾ സെയിൽ ചെയ്യുന്ന ഒത്തിരി നല്ല ഓർണമെന്റ്സ് ഉണ്ട്. ഇത് കണ്ടോ, ഇപ്പൊ നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ, ഒരു ഹാൻഡ് ചെയിൻ ആണ്. എത്ര വണ്ണമുള്ളവർക്കും വണ്ണം കുറവുള്ളവർക്കും ഒക്കെ ഇത് പാകാവും. ഇതുപോലെ ഇങ്ങനെ കമ്പിയാണിത്. അപ്പൊ അതിൽ നിറയെ മുത്ത് കൊടുത്തേക്കോ. നല്ല തിളക്കമുള്ള നല്ല സിൽവറിന്റെയും ബ്ലാക്കിന്റെയും മുത്തുകളാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. നല്ല ക്ലാസി ടച്ചുള്ള നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ഒരു വള എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു നല്ല ഒരു ചെയിൻ എന്ന് പറയാം കേട്ടോ. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നതാണ്. അടിപൊളിയാണ്. നമ്മൾ ഇതുപോലെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു ജീൻസും ടോപ്പ് ആയിക്കോട്ടെ, ഒരു മിഡിയും ടോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ ഒരു ഫ്രോക്ക് ആയിക്കോട്ടെ, ഏതിനാണെങ്കിലും ഈ മാലയും നമ്മൾ അതുപോലെ തന്നെ സെയിൽ ചെയ്യുന്നതാണ്. അടിപൊളിയാണ്, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു 25-30 അത്രയൊക്കെ എണ്ണ എന്റെ അടുത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓർഡർ തന്നോളൂ, ഞാൻ അയച്ചുതരാം. അപ്പം സ്ക്രീനിൽ കാണുന്ന എന്റെ വാട്സപ്പ് നമ്പറാണ്. അപ്പൊ സ്ക്രീനിൽ കാണുന്ന എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഇപ്പൊ തന്നെ ഒരു ഹായ് വിട്ടോളൂ കേട്ടോ. നല്ല ഭംഗിയുള്ള ഫാഷനബിൾ ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഓർണമെന്റ്സ് ഇടുവാണെങ്കിൽ നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് തന്നെ നല്ലൊരു കോൺഫിഡൻസ്, നമുക്ക് തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷം. പിന്നെ കാണുന്നവർക്ക് നല്ലൊരു ക്ലാസി ടച്ച് അല്ലെങ്കിൽ ഒരു ഫാഷനബിൾ ആയിട്ടുള്ള ആ ഒരു ലുക്ക് നമ്മളെ കുറിച്ച് ഫീൽ ചെയ്യും, ചേരുന്ന വിധത്തിലുള്ളതാണെങ്കിലും. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് അല്ലെങ്കിൽ ഡയമണ്ട് കണ്ണിട്ടാലേ ഭംഗി വരും, അങ്ങനെ ഒന്നുമില്ല. നല്ല ചേരുന്ന വിധത്തിലുള്ള നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ഏത് ഓർണമെന്റും ആർക്കാണെങ്കിലും ചേരും. ആ രീതിയിൽ നമ്മൾ ഇടുന്ന ഡ്രസ്സിനനുസരിച്ച് നമ്മളൊന്ന് സെലക്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സിന് ഈ ഒരു ഈ ഒരു ചെയിനും അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡ് ചെയിനും ഒക്കെ ചേരുന്നുണ്ടോ എന്നുള്ളതും എനിക്ക് കമന്റ് സെക്ഷനിലേക്ക് എഴുതിയിടണം. പിന്നെ ഈ ഡ്രസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിലേക്ക് എഴുതിയിടണം കേട്ടോ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് വേണം, ഷെയർ വേണം. ഇത് മാത്രമല്ല കേട്ടോ, ഓർണമെന്റ്സ് മാത്രമല്ല, നമ്മൾ ഒത്തിരി പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട്. ചെടിയുണ്ട്, ഡ്രസ്സുണ്ട്, സാരികളുണ്ട്, അതുപോലെ സ്പൈസസ് ഉണ്ട്, കിച്ചൺ ഐറ്റംസ് ഉണ്ട്, ബ്യൂട്ടി പ്രൊഡക്റ്റുകളുണ്ട്, എഡിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഐറ്റംസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഇപ്പൊ തന്നെ ഹായ് വിട്ടോളൂ. നമുക്ക് അവിടെ വിശേഷങ്ങളൊക്കെ പറയാം. ആ കൂടെ കണ്ടും കേട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളൊക്കെ മേടിച്ചിട്ട് പോകുകയും ചെയ്യാം. അപ്പൊ നമ്മൾ വേഗം ബത്തേരിക്ക് പോട്ടെ കേട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ട്. പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം സിനിമ കയറാൻ. പിന്നെ ബാഗിൽ ആവശ്യമുള്ള സാധനമൊക്കെ മേടിച്ച് വെച്ചിട്ട് വേണം സിനിമ കയറാൻ. ഇന്ന് ഭാഗ്യത്തിന് മഴയില്ല കേട്ടോ, അല്ലെങ്കിൽ മിക്ക ദിവസവും ഇവിടെ ഈവനിങ് ആകുമ്പോഴത്തേ മഴയുണ്ട് കേട്ടോ. വീട്ടിൽ നമ്മൾ ഇരിക്കുന്ന ദിവസമാണെങ്കിൽ മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചൂടും ചായയൊക്കെ കുടിച്ച് അങ്ങനെ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ, കുറിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ അവനോട് പറയും, നീ സ്പീഡ് കുറച്ചിട്ടേ വണ്ടി എടുക്കാവുള്ളൂ, ഭയങ്കര സ്പീഡിൽ വണ്ടി എടുക്കുക. അതെനിക്ക് ഇച്ചിരി ടെൻഷനുള്ള കാര്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് അടിച്ചിട്ടുണ്ടെങ്കിൽ മൈഗ്രൈൻ തുടങ്ങും. അതുകൊണ്ട് ഈ ഫുഡ് കഴിക്കാനുള്ള നീ പതുക്കെ വണ്ടി ഓടിച്ചോണം എന്ന് ഞാൻ ഇവൻ വണ്ടി എടുക്കുമ്പോൾ തന്നെ പറയും കേട്ടോ. എന്നാലും ഞാൻ ഉള്ളപ്പോഴും കുറച്ച് വണ്ടി സ്പീഡ് കുറേ വട്ടം പറയുന്നതുകൊണ്ട് അവൻ കുറച്ചൊക്കെ ശ്രദ്ധിക്കും. അങ്ങനെയാണ് കേട്ടോ. ഒരു അച്ഛനോട് ചോദിച്ചിരുന്നു, നമ്മുടെ നാടും ഇനി ചേച്ചി വ്ലോഗ് ചെയ്യുമ്പോൾ നമ്മുടെ നാടും വീടും അതും പരിസരവും ഒക്കെ കാണിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര സുന്ദരമായ ഒരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത് കേട്ടോ. വയനാട്ടിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലം എന്ന് പറയാം കേട്ടോ. അത് നമ്മുടെ വീടിന്റെ തൊട്ട് മുകളിലാണ് കേട്ടോ. ഈ ഒരു ഇവിടം മുതൽ നമ്മൾ ഇനി ടൗണിൽ എത്തുന്നവരെ, ബത്തേരി ടൗൺ ആണ് നമ്മുടെ വയനാട്ടിലെ ഏറ്റവും വലിയ ടൗൺ എന്ന് പറയാം കേട്ടോ. അപ്പൊ അവിടെ എത്തുന്നവരെ ഇതേ ഒരു പ്രകൃതിയാണ് കേട്ടോ. നമുക്ക് ഒരു നിമിഷം പോലും പോരടിക്കത്തില്ല. അത്രയും ഭംഗിയുള്ള യാത്രയാണ് നമ്മൾ ഓരോ വട്ടം പുറത്തു പോകുമ്പോൾ. വയനാട് മൊത്തം അങ്ങനെയാണോ, പച്ചപ്പി കുളിച്ച് നിൽക്കുവാണ്. പിന്നെ അത്ര ചൂട് കാലാവസ്ഥയല്ല, ചൂടുണ്ട് ഇല്ലെന്നല്ല, എന്നാലും പൊതുവെ ബാക്കിയുള്ള സ്ഥലത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ചൂട് വളരെ കുറവുള്ള ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ യാത്ര ഭയങ്കര രസമാണ്. പിന്നെ ഇവനാണെങ്കിൽ വണ്ടിയിൽ എപ്പോഴും ഭയങ്കര അടിപൊളി പാട്ട്, എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. ഇങ്ങനെ യാത്ര പോകുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ കുറെ ചിന്തകള്, അങ്ങനെ നല്ല നല്ല ഓർമ്മകൾ ഉണർത്തുന്ന പാട്ടുകൾ അങ്ങനെയുള്ളതാണ് എനിക്കിഷ്ടം. അപ്പൊ ഞാൻ അവനോട് എപ്പോഴും പറയും കേട്ടോ, എടാ നിന്റെ അടിച്ചുപൊളി പാട്ട് ഒന്ന് നിർത്തിയിട്ട് കുറച്ച് നല്ലൊരു നൊസ്റ്റാൾജിയ പാട്ട് ഇട്ടിടാന്ന്. ചില ദിവസങ്ങളിലൊക്കെ അവൻ ഓക്കെ, നല്ല മൂടാണെങ്കിൽ അവൻ വേഗം മാറ്റി തരും കേട്ടോ. ചില ദിവസം കേട്ട ഭാവം അടിക്കത്തില്ല. ഇന്നെന്തായാലും അവൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസമാണ്. അങ്ങനെ ഓരോ യാത്ര ആയതുകൊണ്ട് ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇനിയിപ്പം ബത്തേരിയിലേക്ക് എത്തും. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ബത്തേരി. എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് കുറെ ദൂരെയാണ്. ഞാനപ്പം എന്നെ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ പിന്നെ ഇവിടെയാണ്, അന്ന് പ്രീ ഡിഗ്രിയാണ്, +2 അല്ല, പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് കൊണ്ടു ചേർത്തിരുന്നത്. ബത്തേരി സെന്റ് മേരീസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. അവിടെ തന്നെയാണ് അശ്വിനും പഠിച്ചത് കേട്ടോ. ഭയങ്കര രസമാണ് കൂട്ടുകാരെ ഇവിടുത്തെ ഒരു സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാൻ. ശരിക്കും വനമാണ്, കുറെ വന്യജീവികൾ കാര്യമൊക്കെ ഉണ്ട്. ഇതൊരു എസ്റ്റേറ്റിന്റെ അരികിടെ നമ്മളിപ്പോ പോണത് കേട്ടോ. ബീനാച്ചി എസ്റ്റേറ്റ് എന്ന് പറയും കേട്ടോ. വേറെ ഏതോ സംസ്ഥാനക്കാരുടെ എസ്റ്റേറ്റ് ആണത്, കേരളക്കാരുടെ അല്ല. പക്ഷെ ഇവിടെ ഏതോ ടോവിനോന്റെ മൂവിയൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഒത്തിരി സിനിമകൾ ഇപ്പൊ വയനാട്ടിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. കാരണം അത്രയും ഭംഗിയല്ലേ കാണാൻ. തേക്കടിയൊക്കെ പോരെ, അല്ലെങ്കിൽ
വാഗമണ്ണൊക്കെ പോലെ ആ ഒരു രീതിയിൽ അത്രയും ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ആ കൂടെ ഇങ്ങനെ എന്താ പാട്ടൊക്കെ കേട്ട് അങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനിയിപ്പം ടൗണിലേക്ക് എത്താൻ പോവാണ്. ടൗണും കാര്യങ്ങളും എല്ലാം കണ്ടു നോക്കാം. ബത്തേരി ടൗൺ ആദ്യം ആക്ച്വലി വളരെ ചെറുതായിരുന്നു കേട്ടോ. ഞാനൊക്കെ പഠിക്കുന്ന കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മയിൽ പറയാം. വളരെ ചെറിയൊരു ടൗൺ, 1-2 വലിയ ഷോപ്പുകൾ, കാഞ്ഞിരാണ്ടി എന്ന് പറയുന്ന ഒരു വലിയ തുണി കടയും പിന്നെ ഒരു മഹാറാണി എന്ന് തോന്നുന്നു ഒരു സ്വർണ്ണക്കടയോ നോബിൾ എന്നൊക്കെ പറയുന്ന 1-2 കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ വലിയത്. പിന്നെ കുറച്ച് കുട്ടി കുട്ടി കടകളും കുമ്മട്ടികൾ എന്നൊക്കെ പറയില്ലേ, ആ രീതിയായിരുന്നു. ഇവിടെ മുതൽ ടൗൺ തുടങ്ങും കേട്ടോ. ഇപ്പൊ അത് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മള് എന്തോ ഒരു വലിയ ടൗൺ ആയിന്നറിയോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ, ഞങ്ങളുടെ നാടും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അശ്വിൻ ജോലിക്ക് പോയി തുടങ്ങിയ പിന്നെ ഇപ്പൊ ഒരുപാട് യാത്രകൾ നമ്മൾ ചെയ്യാറില്ല കേട്ടോ. അതുകൊണ്ട് ഓരോ യാത്ര എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് കേട്ടോ. ഈ കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള ടൗൺ എന്നുള്ള അവാർഡ് കിട്ടിയേക്കുന്ന സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ ബത്തേരി. നിങ്ങളത് കണ്ടു നോക്കണം കൂട്ടുകാരെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുട്ടായി വായിന്ന് വീണ് നിലത്ത് പോയാൽ പോലും നമുക്കത് എടുത്ത് കഴിക്കാം. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു ചപ്പോ ചവറോ ഒരു പൊടിയോ ഒരു കാര്യങ്ങളോ ഒന്നും കാണത്തില്ല കേട്ടോ. അത്രയും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു ടൗൺ ആണ് ബത്തേരി ടൗൺ എന്ന് പറയുന്നത്. നമ്മുടെ സത്യം പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ടൗണുകളും ഇതുപോലെ ഭംഗിയുള്ളത് വൃത്തിയുള്ളതാണെങ്കിൽ എന്ത് രസമായനെ. നമ്മളുടെ നാടിനെ കുറിച്ച് എന്തുമാത്രം നല്ലൊരു എന്താ പേര് എല്ലാ നാട്ടിലും പടർന്നേനെന്ന് ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട് കേട്ടോ. അത്രയ്ക്ക് വൃത്തിയാണ് ബത്തേരി ടൗൺ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും അത്രയ്ക്ക് നീറ്റ് ആയിട്ടാണ് എല്ലാ ഷോപ്പുകാരും അതുപോലെ തന്നെ നഗരസഭയും അത് നോക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് വൃത്തിയാണ്. അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എന്തായാലും നമുക്കിനിയിപ്പോ വലിയ ടൗൺ ഇതാ ഇവിടെ മുതൽ അങ്ങ് തുടങ്ങുവാണ്. ഇവിടെ മുതൽ ഇനിയിപ്പോ നമ്മള് ടൗണിന്റെ പകുതി എത്തുമ്പോഴത്തേക്കും നമുക്ക് പോകേണ്ട മിന്റുമാളെത്തും, സിനിമ തിയേറ്ററുള്ള സ്ഥലമെത്തും. അവിടെ വരെ നമുക്ക് ടൗൺ ഒന്ന് കണ്ടുനോക്കാം.
നിർത്തിയത് നന്നായി, അല്ലെങ്കിൽ ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്തത്. ഗുഡ് നൈറ്റ്. ഒരു കാലം എന്റെ ഭാര്യയായിരുന്നവളെ. നമുക്കിനി വരും ജന്മത്തിൽ മുട്ടാം. പഴയ റോളി. അപ്പൊ നമ്മൾ ഏകദേശം ഇങ്ങോട്ടേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. മിന്റ് മാളിലാണ് നമ്മൾ സിനിമ കാണാൻ വരുന്നത്. നമ്മുടെ ടൗണിന്റെ പകുതി എത്തുമ്പോഴത്തേക്ക് മിന്റ് മാളാകും. പിന്നെ കുറെ ദൂരം കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് സെന്റ് മേരീസ് കോളേജ്, പിന്നെ അങ്ങനെ താഴേക്ക് അങ്ങനെ അങ്ങ് പോകും കേട്ടോ. ആ ഒരു രീതിയിലാണെന്ന്. പിന്നെ ഇവിടുന്ന് തിരിഞ്ഞു പോകുന്ന കുറച്ച് വഴികളുണ്ട് കേട്ടോ. ഇവിടെ ഓരോ ടൗണിന്റെ ഇടയ്ക്കൂടെയുള്ള ഇടവഴി നോക്കുവാണെങ്കിൽ അതിലേ കയറി കഴിഞ്ഞാൽ വീണ്ടും ഒരു കൊച്ചു ടൗണുകൾ പോലെയാണ് കേട്ടോ. ഓരോരോ സ്ക്വയറുകളും കാര്യങ്ങളും ആയിട്ട് അങ്ങനെ ഒരു കൊച്ചു ടൗൺ. അപ്പൊ ടൗൺ വളരെ വലുതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ അവരോട് പറയുമായിരുന്നു പണ്ടത്തെ ഇപ്പോഴത്തെ തമ്മിലുള്ള വ്യത്യാസമൊക്കെ കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ പഠിക്കാൻ വരുമ്പോൾ അതിൽ നിന്ന് എന്തുമാത്രം വ്യത്യാസം വന്നു എന്ന്. അവനിപ്പോ ശരിക്കും പറഞ്ഞാൽ പുതിയ കാലഘട്ടത്തിൽ ഉള്ളതായതുകൊണ്ട് ഈ ഒരു ടൗണും കാര്യങ്ങളും ഒക്കെ വന്നേ പിന്നെയുള്ള ആ ഒരു ഓർമ്മകളും കാര്യങ്ങളുമാണ് അശ്വിനുള്ളത്. എന്നെ സംബന്ധിച്ച് 2 തലമുറ ഞാനിവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെറുപ്പവും ഇപ്പൊ അശ്വിന്റെ കാലവും ഒക്കെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒത്തിരി വ്യത്യാസം വന്നു. ഓരോ ദിവസവും ഇവിടുത്തെ ടൗൺ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു കഴിയുമ്പോ കഴിഞ്ഞ സിനിമയ്ക്ക് വന്നേക്കാളും എത്രമാത്രം ബിൽഡിങ്ങുകൾ കൂടുതലായി ഈ പ്രാവശ്യം ഓരോ സ്ഥലത്തോടെയും. അങ്ങനെ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും കേട്ടോ. ഡെയിലി ഇവിടെ ഇങ്ങനെ ടൗൺ വളർന്നുകൊണ്ടേയിരിക്കും പോലെ. അപ്പൊ ആശം പറയായിരുന്നു വന്നത് നമ്മുടെ വീടിന്റെ അടുത്ത് വരെ എത്തുമല്ലോ, ആ രീതിയിലേക്ക് വരുമല്ലോ എന്ന്. അപ്പൊ ഞങ്ങൾ ഇവിടെ എല്ലാ ദിവസവും വരുമ്പോ, എല്ലാ ദിവസമല്ല, ഇവിടെ മിന്റുമാളി വരുമ്പോ ഒക്കെ ഞങ്ങള് കയറുന്ന ഒരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഇന്ന് ഞാൻ മേടിച്ചത് മുഴുവനും ഒരുമാതിരി ചത്ത പോലത്തെ ചായക്കടികളായി. അപ്പൊ ഞാനൊരു പഴംപൊരി കൂടി പറഞ്ഞു കേട്ടോ. ഉള്ളിവടയും ബാക്കി എന്തോ മസാല ബോണ്ട, അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ എന്റെ ബാഗിൽ സീക്രട്ട് ആയിട്ട് വെക്കും കേട്ടോ. ആക്ച്വലി ഇവിടെ ബാഗ് ചെക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ ഞങ്ങള് സാൻഡ്വിച്ച്, റോൾ സാൻഡ്വിച്ച് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴത്തേക്ക് ഇവിടെ ഓൾറെഡി തിയേറ്ററിലേക്ക് ആളുകൾ കയറി തുടങ്ങിയിട്ട് ഇവിടെ ഓടി എത്തിയപ്പോഴത്തേക്ക് വയസ്സ് മാത്രം അവധി തുടങ്ങാനല്ല. അപ്പൊ ആ വലിയ സെക്യൂരിറ്റി ചേച്ചി ചോദിക്കുന്ന കേട്ടില്ലേ, കുറെ ആയല്ലോ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് ഈ ദൃശ്യ സിനിമ കാണാൻ വന്നില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുമായിരുന്നു എന്ന്. നമ്മള് അതുപോലെ അവർ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ സിനിമയ്ക്കും നമ്മൾ നല്ല സിനിമയ്ക്കൊക്കെ വരുന്നുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ അതൊരു ഭയങ്കര ഫീലിങ്സ് ആണല്ലേ, നമ്മൾ ഒരാൾ ഓർത്ത് വെക്കുന്നു സിനിമയ്ക്ക് വന്നില്ലല്ലോ എന്ന്. അങ്ങനെ അടുത്ത പ്രാവശ്യം എന്തായാലും നമുക്ക് എന്തെങ്കിലും നല്ലൊരു പ്രൊഡക്റ്റ് ആ ചേച്ചിക്ക് കൊണ്ടു കൊടുക്കണം എന്ന് ഞാൻ ഓർത്തിട്ട് എല്ലാ പ്രാവശ്യവും ആ ചേച്ചി ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ എന്നോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും കേട്ടോ, വിശേഷങ്ങളൊക്കെ ചോദിക്കും. പിന്നെ സിനിമയ്ക്ക് എങ്ങനെയുണ്ടാ സിനിമ ഞാൻ അപ്പൊ തന്നെ ചേച്ചിയോട് ചോദിക്കും. അപ്പൊ ചേച്ചി എന്നോട് അപ്പൊ തന്നെ അഭിപ്രായങ്ങൾ അടക്കം പറയും കേട്ടോ. നല്ല സിനിമകളാണ് നമ്മൾ അധികം കാണാൻ പോകുന്നത്, അപ്പൊ നല്ല സിനിമയാണ് കണ്ടോളൂ എന്നൊക്കെ പറയും. അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഹൗസ്ഫുൾ ആയിരുന്നു. നമ്മുടെ സിനിമ കഴിഞ്ഞു.
എനിക്ക് സിനിമ ഒക്കെ ആയിട്ട് തോന്നി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കണ്ടിരിക്കാൻ നല്ല സിനിമയായിട്ട് തോന്നി. ഇത്രയും നേരം പോയതറിഞ്ഞില്ല. അങ്ങനെ ഇനി ഇതിന്റെ 4ാം പാർട്ടും വരണേന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. നമ്മൾ സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം അവിടെ മുഴുവൻ അടുത്ത ഷോയ്ക്കുള്ള ആളെ കൊണ്ട് തിക്ക് തിരക്കുമായിരുന്നു കേട്ടോ. താഴെ ഇറങ്ങിയപ്പോ അവിടെ ഒക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കണ്ട, നമുക്ക് നേരെ ദിൽപോട്ടിൽ തന്നെ പോയിട്ട് കഴിക്കാം എന്ന് ഓർത്തു കേട്ടോ. ഇവിടെയുണ്ട് ഫുഡ്, ഇവിടെ ഫുഡ് കോർട്ടാണിത്. പക്ഷെ ഇവിടുന്ന് കഴിക്കണ്ട, നേരെ അങ്ങോട്ടേക്ക് പോകാന്ന് ഓർത്തു. പിന്നെ ഇന്ന് ഷോപ്പിംഗ് കാര്യങ്ങളൊന്നുമില്ല, 1-2 സാധനമൊക്കെ അച്ഛൻ എന്തോ മേടിക്കാണ്ട്, അത് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മേടിക്കാം എന്ന് ഓർത്തു. അങ്ങനെ നമ്മൾ നേരെ ദിൽപോട്ടിലേക്ക് എത്തി. ഇവിടെ ഈ ബത്തേരി ഒത്തിരി നല്ല റെസ്റ്റോറന്റുകളുണ്ട്. ഞാൻ എന്തിനാ എല്ലാ പ്രാവശ്യം ദിൽപോട്ടിൽ തന്നെ വരുന്നതെന്ന് എനിക്കറിയില്ല. എന്തോ എനിക്ക് ഇവിടുത്തെ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഒട്ടും പിന്നെ കൺജസ്റ്റഡ് അല്ലാതെ നല്ല സ്പേഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ റെസ്റ്റോറന്റിൽ കയറി ഇങ്ങനെ തട്ടി ഇരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അതെന്തോ ഒരു ശ്വാസം മുട്ട. എനിക്ക് ഇവിടെ നല്ല സ്പേസ് ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് ഇവിടെ വരാൻ വീണ്ടും ഇഷ്ടം എന്ന് എനിക്ക് തന്നെ തോന്നി കേട്ടോ. പിന്നെ നല്ല ഫുഡുമാണ്, ടേസ്റ്റ് ആണ്. ചില സമയത്തൊക്കെ ചിലതൊക്കെ ഫ്ലോപ്പ് ആവാറുണ്ട്, എന്നാലും ഓക്കെ. പൊതുവെ ഇവിടെ നല്ല ഫുഡ് തന്നെയാണ്, ടേസ്റ്റുമാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പം അശ്വൻ കൊച്ചിന് ആക്ച്വലി സിനിമ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ അവൻ ഭയങ്കര ക്രിറ്റിസിസം ചെയ്യുന്ന മൈൻഡാണ് കേട്ടോ. അപ്പൊ അവൻ അതിന്റെ അവൻ ഇഷ്ടപ്പെടാത്ത കുറച്ച് പോയിന്റുകളും കാര്യങ്ങളും അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അതിനെ പിന്നെ ഇതായിട്ട് പറയുന്നുണ്ട്, ഇല്ലടാ അത് അതുകൊണ്ടായിരിക്കും ഇതുകൊണ്ടായിരിക്കും എന്നൊക്കെ. അപ്പൊ അവൻ അതിന്റെ സൂക്ഷ്മമായിട്ട് അവൻ ഒബ്സർവ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായിട്ടോ. ഓരോ പോയിന്റ് ബേസ് എന്നോട് അതിന്റെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അതെന്തിനാണ് അപ്പൊ അങ്ങനെ, അതെന്തിനാണ് അപ്പൊ ഇങ്ങനെ, ആ ഒരു രീതിയിലൊക്കെ കേട്ടോ. എന്തായാലും ചേട്ടൻ അത്രയും 100% സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് ചേട്ടന്റെ വർത്താനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടോ. എനിക്ക് എന്തായാലും സിനിമ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് സിനിമ ഇഷ്ടപ്പെടുക എന്നതിലുപരി എനിക്ക് ഈ യാത്ര, പിന്നെ നമുക്ക് പ്രിയപ്പെട്ടവരുടെ കൂടെ വന്നിരുന്ന് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക, ആ മൈൻഡിന്റെ ഒരു സന്തോഷം, അതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് ഈ ഒരു സിനിമയ്ക്ക് പോരുമ്പോ ഏറ്റവും വലിയ ത്രില്ല് എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് എന്താണെങ്കിലും ഓക്കെ. പിന്നെ പോരുമ്പോ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് മേടിക്കാം. എനിക്ക് ഈ യാത്രയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമ ഇപ്പൊ ഇച്ചിരി മോശമാണെങ്കിലും എനിക്ക് ഓക്കെ ആണത്. പക്ഷെ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തൊക്കെയാണെങ്കിലും കണ്ടിരിക്കാൻ നമ്മൾ പരിസരമൊക്കെ കാണുന്ന സിനിമയുടെ കൂട്ടത്തിൽ തന്നെ പെടുന്ന സിനിമയായിരുന്നു. എന്നാലും സിനിമ കണ്ടു കഴിഞ്ഞപ്പം മനസ്സിലെന്തോ ഒരു സങ്കടം കേട്ടോ. ജോർജ് കുട്ടി ഇനി എന്തെല്ലാം അനുഭവിക്കണം, ജോർജ് കുട്ടിക്ക് ഒരു സമാധാനം ഇല്ലല്ലോ ദൈവമേ എന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ. ഞാൻ അച്ഛനോട് അത് പറയായിരുന്നു, എടാ എനിക്ക് ജോർജ് കുട്ടീന്റെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് ഭയങ്കര വിഷമാവുന്ന മനസ്സിൽ. അങ്ങനെ നമുക്ക് മനസ്സിലൊരു വിഷമം തോന്നുന്ന വിധത്തില് ഫീൽ ചെയ്യുന്ന വിധത്തിൽ ആ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ കൊടുത്തു. സത്യം പറഞ്ഞാൽ വയറെല്ലാം ഫുള്ളായി. എന്നും ഇത് തന്നെയാണ് എന്റെ പ്രശ്നം. ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഓൾറെഡി അവിടുന്ന് വാരി വലിച്ചെന്തെങ്കിലും ഒക്കെ തിന്നൂട്ടോ സിനിമ കൊണ്ടുകൊണ്ടിരിക്കുമ്പോഴോ അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇന്ന് ബുഹാരിയോ അങ്ങനെ എന്തോ ചേർത്തൊരു പേരുള്ള ഒരു ചിക്കൻ കറിയാണ് പറഞ്ഞത്. ഞാൻ കഴിച്ചിട്ടില്ലാത്തൊരു കറിയാണ്. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. അങ്ങനെ പിന്നെ ബട്ടർ നാനുമാണ് പറഞ്ഞത്. അല്ലാതെ ഹെവി ആയിട്ട് എന്തെങ്കിലും മേടിച്ചാൽ ഞാൻ എന്തായാലും കഴിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെന്താ നല്ല മിന്റ് ഇട്ട ഒരു ബ്ലാക്ക് ടീയും ഒക്കെ അങ്ങ് കഴിച്ച് ശാന്തസുന്ദരമായിട്ട് ഒത്തിരി സംസാരിക്കും. അശ്വൻ കൊച്ച് നല്ല മൂടാണെങ്കിൽ പിന്നെ സംസാരമാണ് കേട്ടോ. ഇന്ന് പിന്നെ സിനിമയെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അങ്ങനെ കുറെ സമയം എടുത്താണ് നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കണേ. കാരണം നമ്മളെ ജോലികളെല്ലാം ചെയ്തിട്ട് ഇപ്പൊ വൈകുന്നേരം സിനിമയ്ക്ക് ഇറങ്ങുന്നത്. ഇപ്പൊ എനിക്ക് രാത്രി യാത്ര പേടി പോയിട്ടോ. അതുകൊണ്ട് തന്നെ നമ്മള് വൈകുന്നേരങ്ങളിലാണ് സിനിമയ്ക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇനി രാത്രി മൊത്തം നീണ്ടു കിടക്കുകയാണ്. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അതുകൊണ്ട് റിലാക്സ് ആയിട്ട് നമുക്ക് സമാധാനത്തോടെ ഫുഡൊക്കെ കഴിച്ചാൽ മതി. ഇപ്പൊ മിന്റ് ടീയുടെ അഡിക്റ്റ് ആയിട്ടുണ്ട് ഞാൻ കേട്ടോ. ഇതുപോലെയുള്ള സിറ്റുവേഷൻസിൽ വന്നിരിക്കുമ്പോ, അല്ലെങ്കിൽ ഞാൻ പാൽച്ചായന്റെ അഡിക്റ്റ് ആയിരുന്നു. ഇപ്പൊ ഞാൻ മിന്റ് ബ്ലാക്ക് ടീയുടെ അഡിക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് അങ്ങനെ ഇരുന്ന് കുടിക്കാനൊരു രസം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ജ്യൂസും കൂടി മേടിച്ചു കേട്ടോ. മൊസംബി ജ്യൂസും ഒക്കെ മേടിച്ചു, ഒന്ന് ദഹിച്ചോട്ടെ എന്ന് ഓർത്തിട്ട്. അങ്ങനെ ഇനിയിപ്പോ നമുക്ക് ഫുഡെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ അവൻ എന്തൊക്കെയോ 1-2 സാധനമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ടെന്ന് അവൻ പറഞ്ഞു. അത് നമുക്ക് ടൗണിൽ നിന്ന് കുറച്ച് ഏരിയ മാറിയിട്ട് ഒരു ഐസ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട് കേട്ടോ. ഇത് കണ്ട ഇപ്പൊ എല്ലാ വയനാട്ടിലെ ഷോപ്പുകളുടെ മുമ്പിൽ ഇതുപോലെ ഒരു ടീ സെറ്റപ്പും കൂടിയുണ്ട്, ഒരു ചായക്കട സെറ്റപ്പ്. ഇപ്പം കൽപ്പറ്റയാണെങ്കിലും ഇവിടെയാണെങ്കിലും എല്ലാ ഷോപ്പിലും അതൊരു ട്രെൻഡ് ആയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി അതിൽ നിന്ന് ഒരു ചായ കുടിക്കണം എന്ന് എനിക്കുണ്ട് എല്ലാ പ്രാവശ്യം. പക്ഷെ അപ്പോഴത്തെ വയറ് ഫുള്ളായിരിക്കും. അടുത്ത പ്രാവശ്യം കേട്ടോ ഇനി എന്തായാലും അവിടെ നിന്ന് ഒരു ചായ കുടിക്കണം എന്ന് ഞാൻ ഓർത്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ ടൗണിൽ നിന്ന് ഐസ് സ്ക്വയറിലേക്ക് പോകാന്ന് ഓർത്തു. അവൻ എന്തോ ഒരു സാധനം മേടിക്കാനുണ്ട്. അവൻ കമ്മലിട്ടിട്ടുണ്ട്, ഈ അടുത്ത് ഒരു കാത് ഊതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനെന്തോ അവന് ഡയമണ്ട് പോലെ തോന്നുന്ന വിധത്തിലുള്ള ഒരു കമ്മല് മേടിക്കണം, എന്തോ പച്ച കളറോ അങ്ങനെ എന്തോ അവൻ പറഞ്ഞു. അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്കൊരു സ്ഥലത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടോ.
അപ്പൊ ഇനിയിപ്പം അവിടെ പോയി അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഷോപ്പിംഗ് ഒന്നുമില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാന്ന് ഓർത്തിരിക്കുക. അപ്പൊ അങ്ങോട്ടേക്ക് എത്താൻ കുറെ ദൂരം ഉണ്ട് കേട്ടോ. ടൗണ് ചുറ്റി പോണം. രാത്രി ആയി കഴിയുമ്പോ പിന്നെ ഇത് വൺ വേ ആവുമല്ലോ. അപ്പം അല്ല, രാത്രി വരെ ഇത് വൺ വേ ആണ്. ഒരു 10 മണി കഴിഞ്ഞാൽ ഇത് വൺ വേ അല്ല. പിന്നെ 2 വശത്തേക്കും വണ്ടി ഓടാവുന്ന വിധത്തിലാകും. അപ്പൊ നമുക്ക് തിരിച്ചൊക്കെ പോരുമ്പോഴത്തേക്കും നമുക്ക് ഓക്കെ അങ്ങനെ പോരാം. പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് ഇനി ടൗൺ മൊത്തം ചുറ്റിയിട്ട് വേണം അങ്ങോട്ടേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മള് നേരെ ഐസ് സ്ക്വയറിലേക്ക് എത്തിട്ടോ. ഇവിടെയാണ് നമുക്ക് കയറി പോട്ടെ. ഇവിടെ വന്നപ്പോ അതാ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു ഇഞ്ച് സ്ഥലമില്ല കേട്ടോ. അവസാനം അവൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് പിന്നെ ലാസ്റ്റ് അവൻ എവിടെയോ ഒരു സ്ഥലം കിട്ടി. അവൻ അതിൽ ഒറ്റിക്കൊണ്ട് നടപ്പുണ്ട്. എന്തായാലും ഈ ടൗണിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതാണ് സൺഡേ ഒക്കെ ഇത്രയും തിരക്ക് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കില്ല. പക്ഷെ സൺഡേ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് കേട്ടോ. അങ്ങനെ ഭയങ്കര തിരക്കാണ്. കാർ പാർക്കിംഗ് ആണ് ഏറ്റവും പ്രശ്നം കേട്ടോ. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ടൗണിന്റെ അരികിൽ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് പിന്നെ നടക്കുവാണെങ്കിലാണ് നമുക്ക് എല്ലാ ഷോപ്പിലും കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷോപ്പുകളിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. വലിയ ഷോപ്പുകൾ മാത്രം പാർക്കിംഗ് കിട്ടും. ബാക്കിയെല്ലാം നമ്മള് ഇങ്ങനെ ബുദ്ധിമുട്ടി പോകും. ചെറിയ ഷോപ്പുകളിലൊക്കെ കയറണമെങ്കിൽ വണ്ടി പാർക്കിംഗ് എവിടെ സ്ഥലം ഉണ്ടാവില്ല. അതൊരു പ്രശ്നമാണ് കേട്ടോ. അങ്ങനെ നമുക്ക് മാലയും കമ്മലും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള എനിക്കൊന്നും മേടിക്കാൻ പ്ലാൻ ഇല്ല കേട്ടോ. അവൻ എന്തോ കമ്മല് നോക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നേക്കണത്. ഓക്കെ, അവൻ നോക്കട്ടെ. ഞാൻ എന്തായാലും ഇങ്ങനത്തെ ഒന്നും ഇന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ വിൽക്കുന്നതുകൊണ്ട് നമ്മളുടെ അടുത്ത് എല്ലാം തന്നെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി ഞാൻ ഓർഡർ കൊടുത്ത് മേടിച്ച് കഴിയുമ്പോഴത്തേക്കും ബൾക്കായിട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ അതിന് ഇഷ്ടമുള്ള എല്ലാം വാരി എടുക്കുന്നുണ്ട്. എനിക്കിത് കുഴപ്പമില്ല. അങ്ങനെ അവൻ അതൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ നേരെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന കൂട്ടുകാരെ. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു വിശേഷം. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ നാടും ടൗണും സിനിമാ തിയേറ്ററും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം വയനാട്ടിൽ ആരെങ്കിലും ഒക്കെ വരുമ്പോ ഇവിടെയൊക്കെ വന്നോളൂ. മിന്റ് മാളുണ്ട്, കുറേ റെസ്റ്റോറന്റുകളുണ്ട് കേട്ടോ. മത്തായിസ് ഉണ്ട്, പിന്നെ ദിൽപോട്ട് ഉണ്ട്, അത് വിൽട്ടൺ ഉണ്ട്. അങ്ങനെ കുറേ നല്ല, പിന്നെ ഉരുളി എന്ന് പറഞ്ഞ പുതിയതാണ് തുടങ്ങാനിരിപ്പുണ്ട്. അപ്പൊ ശരി കൂട്ടുകാരെ, ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും സന്തോഷത്തോടെ കണ്ടുമുട്ടാം. പ്രൊഡക്റ്റിന് തരുവാണെങ്കിൽ ആ സ്ക്രീനിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട് കേട്ടോ. നേരെ എന്റെ വാട്സ്ആപ്പിലേക്ക് ഒരു ഹായ് വിട്ടോളൂ കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ്.